ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ല ഞാനൊരു വ്ളോഗെല്ലാം പോസ്റ്റ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ചയുടെ അടുത്ത് തന്നെയായി ഞാൻ വ്ളോഗൊന്നും പോസ്റ്റ് ചെയ്യാണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോം വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോസ്റ്റ് ചെയ്യലുണ്ട്. ഒരു 2 ആഴ്ചത്തെ അടുത്തോളം ഞാൻ ഷോർട്സ് വീഡിയോ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടു. അപ്പോൾ നിങ്ങളെ കമൻസെല്ലാം ഞാൻ കാണലുണ്ട്, ചേച്ചി വ്ളോഗ് പോസ്റ്റ് ചെയ്യും, ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴേക്കന്നെ ഫോണിൽ 1% പോലും ചാർജ് ഇല്ല, ഫോൺ ഫുള്ളായിട്ട് ഓഫായിനി. അപ്പോൾ രാവിലെ എണീച്ചായിട്ട് ഞാൻ കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്തിട്ട് നേരെ പോയി കുളിച്ചു. പുറത്തിറങ്ങുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിനി, മുറ്റത്തെല്ലാം നല്ല വെള്ളം ഉണ്ടായിനി. അതുപോലെ തന്നെ ഈ ചെടികളിലും പൂലെല്ലാം നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ പടിഞ്ഞാറ്റിൽ വെക്കാൻ വേണ്ടി കുറച്ച് ചെമ്പരത്തി പറിച്ചു വെച്ചു. കാലാവസ്ഥ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണ്, ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയിലാന്ന് കാലാവസ്ഥയില്ലേ. ഇന്നലെ രാത്രിയിൽ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിനി, പിന്നെ അങ്ങോട്ട് പെയ്തിനോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നല്ല ഉറക്കാന്നുണ്ടായത്. രാവിലെ ആകുമ്പോഴേക്കും നല്ല തണുപ്പ്. ഇന്നലെ രാത്രിയിലും അതെ, നല്ല തണുപ്പാണ് ഉണ്ടായത്. ഇന്നലെ രാത്രിക്ക് കിടക്കാൻ കുറേ വൈകു. എന്താ വെച്ചാൽ അച്ഛനും അമ്മയും ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടാണ് ഉണ്ടായത്. അപ്പം അച്ഛനും അമ്മയും വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും കുഞ്ഞാവയും കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ കിടക്കാൻ കുറേ വൈകു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ എണീക്കാനും വൈകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നാളെ മുതൽ, ഇന്ന് മുതൽ എന്തായാലും നേരത്തെ എണീക്കാമെന്നെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഒരു 5:30 എണീച്ചു. രാവിലെ എണീച്ചു കുളിച്ചു. ഇപ്പം ഇതാ വിളക്ക് എത്തിക്കാൻ വേണ്ടി നിൽക്കുകയെന്ന്. ഇല്ലെങ്കിൽ എൻ്റെ വ്ളോഗെല്ലാം നന്ന ചെറുതായി പോയി എന്നുള്ള കമൻസ് ഞാൻ അധികം കാണലുണ്ട്. കുറേ ആളെൻ്റെ അടുത്തൊന്ന് പറയലുണ്ട്, ചേച്ചി പെട്ടെന്ന് തീർന്നു പോകുന്നു, കുറച്ചുകൂടി ലെങ്ത്തിലാക്കുകയെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പരമാവധി ലെങ്ത് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് മടുപ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ നേരമായി പടിഞ്ഞാറ്റയിൽ നിന്ന് എണ്ണ പെരുതെന്ന്. ഇന്നലെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അച്ഛൻ അമ്മമ്മേറ്റാണ് വിളക്കെത്തിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവരാണെങ്കിൽ എണ്ണ അതിനിടയിൽ വിഗ്രഹത്തിൻ്റെ ഇടയിൽ എവിടെയോ എടുത്ത് വെച്ചു. ഞാനാണെങ്കിൽ കുറേ നേരം ഇത് പെരുതെന്ന്. ഒടുവിൽ അതാ എണ്ണ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ചു. രാവിലെ എണീച്ച് കുളിച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് മനസ്സിന്. ഇനി മുതൽ അങ്ങോട്ടേക്ക് രാവിലെ എന്തായാലും എണീക്കണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അറിയില്ല നേരെ ആവുമെന്ന്. ചില സമയത്ത് അലാറം വെച്ചാലും ഞാൻ അലാറം ഓഫാക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങും. എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉറക്കം നന്ന കുറവാണ്. രാത്രിക്ക് ഇല്ലെങ്കിൽ ഞാൻ രാത്രിക്ക് കിടന്നാട് ഉറങ്ങുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഞ്ഞാനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. വർത്താനം പറഞ്ഞ് സമയം പോകുന്നത് അറിയേയില്ല. അങ്ങനെ കുറേ വൈകിട്ടായിരിക്കും കിടന്നുറങ്ങല്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും വൈകുന്നത്. അപ്പം ഇന്ന് മുതൽ എന്തായാലും രാവിലെ എണീക്കണം എന്നല്ല ഞാൻ വിചാരിച്ചതാണ്. അങ്ങനെ രാവിലെ എണീക്കാൻ പറ്റി. ഇനി അങ്ങോട്ടേക്കും രാവിലെ എണീക്കണം എന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. രാവിലെ എണീച്ച് കുളിച്ച് ഇതെല്ലാം ചെയ്താൽ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനമാണ്. അല്ലാത്ത പക്ഷം ആ ദിവസേ പോക്ക് പോലെയാണ്. ഞാൻ കുഞ്ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ രാവിലെ എണീച്ചിട്ട് അമ്പലത്തിൽ പോവാന്ന്. അപ്പോൾ കുഞ്ഞാ പറഞ്ഞു രാവിലെ വേണ്ട, നമുക്ക് വൈകുന്നേരം പോവാം. അവൾക്കാണെങ്കിൽ ചില ദിവസമെല്ലാം രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം എന്നോട് പറയുന്നുണ്ട് എനിക്ക് നാളെ രാവിലെ എണീക്കാൻ പറ്റുമോ എന്നറിയില്ല, നമുക്ക് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞു. എൻ്റെ 2-3 ഷോർട്സ് വീഡിയോയിൽ സുഹൃതേട്ടനെ ചോദിച്ചിട്ടുള്ള കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിനി. അപ്പം സുഹൃതേട്ടൻ്റെ വീട്ടിലാണെന്നില്ല, ഞാൻ കുറേ ആയി അങ്ങോട്ട് പോയിട്ട്. അവിടെ ഇപ്പം വീട് പണി എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനിടയിൽ എൻ്റെയും സുഹൃതേട്ടൻ്റെയും റൂമാണ് തേച്ചുകൊണ്ടുണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും തേപ്പെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഞാൻ ചുറ്റും ചെമ്പരത്തിപ്പൂവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മുന്നേ ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലെ ആ ഒരു വൈറ്റ് പൂവ്. അതും വെക്കലുണ്ട് പടിഞ്ഞാറ്റയിൽ. നല്ലൊരു പൂവാണ്. ഇപ്പം ആണെങ്കിൽ അതിലൊന്നും പിടിച്ചിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്പരത്തി മാത്രം വെച്ചു. ചന്ദനത്തിരി കത്തിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ചന്ദനത്തിരി കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ മിനിയാന്ന് സാമ്പ്രാണി വാങ്ങിച്ചിട്ടുണ്ടായി. എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വിളക്കെല്ലാം വെച്ച ശേഷം ഇനിയുള്ള പരിപാടി എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അങ്ങോട്ട് പറയാന്നുള്ളതാണ്. അങ്ങനെ എല്ലാം പറഞ്ഞതിന് ശേഷം ഒരാളോട് ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞൊരു ഫീലാണ്. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ സാമ്പ്രാണി. ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നിറക്കുന്നൊരു മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിലും ഇതെടുത്ത് ജസ്റ്റ് മണത്ത് നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മണക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു എക്സ്ട്രാ എനർജി കിട്ടിയൊരു ഫീലാണ്. ഈ സാമ്പ്രാണിയെല്ലാം കത്തിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജി എല്ലാം ഇല്ലാണ്ടാക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ അധികം ഈ ഒരു സാമ്പ്രാണി രാവിലെയും വൈകുന്നേരം കത്തിച്ച് വെക്കലുണ്ട്. വീടിനുള്ളിൽ തന്നെ ഫുള്ള് ഈ ഒരു സാമ്പ്രാണിയുടെ മണമാണ്. അത് നല്ലൊരു ഭയങ്കര ഒരു സമാധാനം തരുന്നൊരു മണമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എനിക്ക് ഈ കർപ്പൂരത്തിൻ്റെ മണവും ഭയങ്കര ഇഷ്ടമാണ്. കർപ്പൂരത്തിൻ്റെ മണത്തിനുള്ള ഞാൻ ഭയങ്കര അഡിക്റ്റാണ്. എന്നെപ്പോലെ ഈ ഒരു കർപ്പൂരം, സാമ്പ്രാണി ഇതിൻ്റെ മണം ഇഷ്ടമില്ലവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പണ്ട് മുതലേ ചന്ദനം നമ്മൾ തേച്ചിട്ട് തന്നെയാണ് യൂസ് ആക്കല്.
അപ്പോൾ ഇത് ചന്ദനത്തിൻ്റെ തടിയുടെ കഷ്ണമാണ്. പണ്ടിത് വലുതാണെന്നുണ്ടായത് നമ്മൾ യൂസാക്കി ഇപ്പോൾ നന്ന ചെറുതായി. എൻ്റെ അറിവ് തൊട്ട പ്രായത്തിൽ ഈ കല്ല് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ അധികം ചന്ദനം തേച്ചിട്ട് എനക്കും കുഞ്ഞാക്കും നെറ്റിയിൽ വെച്ച് പടിഞ്ഞാറ്റിൽ ഞാൻ പ്രാർത്ഥിച്ചമ്മലേ കുറി വെക്കുന്നത് ഇങ്ങനെയായിരിക്കും വെക്കല്, നോക്കാണ്ടായിരിക്കും വെക്കല്. പുറത്തെത്തിയതിന് ശേഷമാണ് ഞാനൊന്ന് ശരിക്കും നോക്കിയിട്ട് കണ്ണാടി നോക്കിയിട്ട് വെക്കല്. അവിടെ ഞാൻ ഇങ്ങനെ നോക്കാണ്ട് വാരി വലിച്ചെന്നെ ചന്ദനം വെക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സമാധാനം. അങ്ങനെ ഞാൻ കുറച്ചു നേരം പുറത്തിരുന്നിട്ട് അച്ഛനോട് ഓരോ വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. കുറച്ചു നേരം പുറത്തിറങ്ങിയിട്ട് ഉള്ളിൽ കയറുമ്പോഴേക്കും അച്ഛനും കുഞ്ഞാവയും കൂടി ഉറങ്ങി എണീച്ചിട്ടുണ്ടായിനി. രാവിലെ തന്നെ അച്ഛൻ്റെ വായിൽ നിന്നും 2-3 നല്ല വർത്താനം കേട്ടപ്പം മനസ്സൊന്നുകൂടി നിറഞ്ഞു. അച്ഛൻ രാവിലെ തന്നെ പറഞ്ഞു, ഇന്ന് മോളെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അമ്മയുടെ ഒക്കെ പോയിട്ടും പറയുന്നുണ്ട് എൻ്റെ മോളെ കാണാൻ എന്താ ഐശ്വര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ ഒക്കെ പോയിട്ടും കുറേ നേരം എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പം അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. ഞാൻ ഈ കയ്യിലിപ്പി തിരുമുന്നത് ഇത് ഈ ഒരു തുളസിയാണ്. എനിക്ക് തുളസിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പൊട്ടിച്ചിട്ട് മണത്ത് നോക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. എനിക്കിതെല്ലാം മണക്കുമ്പം എന്തേന്നറിയില്ല, ഭയങ്കര ഒരു എനർജി കിട്ടിയൊരു ഫീലാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് പൊട്ടിച്ചിട്ട് തലയിലും ചൂടി വെച്ചു. പണ്ട് ഈ സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം അധികം മുടി മുടഞ്ഞിട്ടാൽ ഈ തുളസി ഞാൻ അടയിൽ ഇങ്ങനെ കുത്തി വെക്കും. എനിക്ക് ആ മുടി അയച്ചു കഴിഞ്ഞാൽ ആ ഒരു തുളസിയുടെ മണം അതുപോലെ തന്നെ ഉണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ദിവസം രാവിലെ എണീച്ചിട്ട് ഞാൻ ഒരു മുള്ളാത്ത ഞെക്കി നോക്കും, പഴുത്തോ ദിവസം ഇങ്ങനെ നോക്കും. അപ്പം ഇന്ന് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു മുള്ളാത്ത പറിക്കാൻ കുറച്ച് പണിയുണ്ട്. എന്താ വെച്ചാൽ ഈ വലിയ മുള്ളാത്തേരെ സൈഡിലെ ചെറുത് കൂടി ഒന്ന് പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വലുത് പറിക്കുന്ന സമയത്ത് ചെറുതിനും എന്തെങ്കിലുമായിട്ട് വേദന പറ്റും. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, കത്തി എടുത്തിട്ട് ഈ ചെറിയ മുള്ളാത്തൊക്കെ വേദന പറ്റാണ്ട് നൈസായിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. കുറേ ഞാൻ കട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ഭയങ്കര ഉറപ്പ്. ചെറിയ മരാണെങ്കിലും കുറേ പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് മുള്ളാത്ത കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മുള്ളാത്ത എന്ന് പറയുന്നത് ക്യാൻസറിനെല്ലാം പ്രതിരോധിക്കാൻ പറ്റിയ നല്ലൊരു കുറേ ഔഷധ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. കൈകൊണ്ട് കുറേ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ അച്ചച്ചൻ്റെ കത്തി എടുത്തിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അച്ചച്ചൻ്റെ കത്തി എടുത്തിട്ട് കളിക്കുന്ന സമയത്ത് കുറച്ച് പേടിയാണ്. എന്താ വെച്ചാൽ ഭയങ്കര മൂർച്ചയാണ്. അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര വലുതായിട്ട് പഴുത്തിട്ടില്ല, ചെറുതായിട്ടൊന്നും ഞെങ്ങുന്നുണ്ട്, അത്ര മാത്രം. അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും. എൻ്റെ കയ്യിലൊരു സൈസ് തന്നെ ഉണ്ട്. കാണാൻ ഈ ഒരു സീതാപ്പഴം പോലെയല്ലാണ്, പക്ഷേ സീതാപ്പഴത്തിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടാ. ഇതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് സീതാപ്പഴം തന്നെയാണ്. അച്ചച്ചനെ കാണിച്ചാട്ട് അച്ചച്ചൻ പറയുന്നുണ്ട്, ഇത് എന്തിനു മോളെ പറിച്ചത്, ഇതൊട്ടും പഴുത്തിട്ടില്ല, നാളെ മുറിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് നന്ന സ്ലോ ആയതുകൊണ്ട് കുറച്ച് 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിനി, ചേച്ചി കുറച്ചുകൂടി സ്പീഡിൽ സംസാരിക്കുന്നത്. അപ്പം ഞാൻ സ്പീഡിൽ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ, സ്പീഡിൽ സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പം നന്ന സ്ലോ ആണെന്ന് തോന്നുന്നവർ 1x കണ്ടാലും മതി. അങ്ങനെയാകുമ്പോൾ കുറച്ച് സ്പീഡാവുമല്ലോ. അതും പോരാന്നാണെങ്കിൽ 2x ഇട്ട് കണ്ടോ, അതാകുമ്പോൾ ഒറ്റയടിക്ക് തീരും. അപ്പം എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ചായ എടുക്കുന്നത് ഒരു പതിവായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അമ്മമ്മ എടുക്കുന്ന ചായ മേടിച്ചിട്ട് നേരെ പുറത്ത് പോയിട്ടിരുന്നു. ഞാനിപ്പോൾ ഒന്നോട്ടി തടി വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ചേച്ചി നല്ലോണം തടി വരുന്നുണ്ടെന്ന്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഒരേ ഫുഡ് അടിയാണ്, എന്ത് കിട്ടിയാലും കഴിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്ടെന്ന് തോന്നുന്നു. ഇപ്പം തടി ഒരുവിധം നല്ലോണം കൂടി വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ തടി കൂടിയതിന് ശേഷം ശ്വാസം മുട്ടും. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ചൊന്ന് ഫുഡ് കുറച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും മെലിയണം എന്ന് വിചാരിക്കുന്നത്. നല്ലോണം മെലിയാനല്ല, കുറച്ചൊന്ന് ഒതുക്കാൻ. ഇപ്പം നല്ലോണം തടി വന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ വീടെടുക്കുന്ന കണ്ടിട്ട് അമ്മമ്മക്ക് മനസ്സിലായി ഇന്ന് വ്ളോഗാണ് എടുക്കുന്നതില്ലേ. അപ്പം അമ്മമ്മ പറയുന്നുണ്ട്, നമുക്ക് വയ്യ ചക്ക വയ്യ ചക്കപ്പുഴുക്കാക്കാന്ന് പറയുന്നുണ്ട്. ഈ ചക്കയും മാങ്ങയും കിട്ടിയതിന് ശേഷം അമ്മമ്മ ഏതു നേരം ഇതന്നെയാണ്, ചക്കപ്പുഴുക്കാക്കൽ, ചക്കയപ്പാക്കൽ. ഞാൻ ലാസ്റ്റ് ഇട്ടൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്, ചേച്ചി ചക്കയപ്പത്തിൻ്റെ ഫുൾ വീഡിയോ ഇടുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഇപ്പം ചക്ക ഫുൾ പഴുക്കണത്രേ, പഴുപ്പിക്കാൻ അമ്മമ്മ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചക്കയപ്പാക്കുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ റെസിപ്പിയും കാര്യമെല്ലാം എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ അമ്മമ്മ പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് എന്തായാലും ചക്കപ്പുഴുക്കാക്കാന്ന് പറയുന്നുണ്ട്. ഞാൻ പല്ലിന് ക്ലിപ്പിട്ടാലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഞാനിത് വീട്ടിൽ സംസാരിച്ച സമയത്ത് വീട്ടിലെല്ലാവർക്കും എതിർപ്പാണ്. ആകെ കുഞ്ഞാവ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഓള് മുന്നേ ക്ലിപ്പിട്ടിട്ടുണ്ടായിന്. അപ്പം അച്ഛനോടും അമ്മയോടെല്ലാം പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര എതിർപ്പാണ്, അത്ര ബോറില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് ശരീരം മെലിയിപ്പിക്കുമ്പം എൻ്റെ കവിളും കൂടി നല്ലോണം ഒട്ടിപ്പോവും. അപ്പം കവിളൊട്ടുമ്പോൾ എനിക്ക് എന്തായാലും പല്ലൊരു വൃത്തികേടാവും. ഞാനൊരിക്കൽ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത് ക്ലിപ്പ് ഇടേണ്ട ആവശ്യമില്ലാന്ന്. അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ തടിച്ച സമയത്താണ് ഞാൻ ഡോക്ടറെ അടുക്ക പോയിട്ടുണ്ടായത്. അപ്പോൾ ഡോക്ടർക്ക് അത്ര ബോറായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ മെലിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ബോറായി പോകും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എന്നെ പണ്ട് മുതലേ അറിയുന്നവർക്ക് മനസ്സിലാവും, ഞാൻ പണ്ട് നന്ന മെലിഞ്ഞിട്ടാണ്ടായത്.
അപ്പം മെലിഞ്ഞ് കഴിയുമ്പം ബോറാണോ എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ ഒരു കൊലുസ് എനിക്ക് മുന്നേ സുഹൃത്തായിട്ടെൻ്റെ അച്ഛനും അമ്മയും എടുത്തു തന്നെയാണ്. കുറേ നാളായി ഞാനിത് പെരുതുന്നു. അമ്മമ്മ ഇത് വിഷുക്കണിക്ക് ഒരു 2 വർഷം മുന്നേ ഇല്ല വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഈ കണി വെക്കുന്ന സമയത്ത് ഗോൾഡും അതുപോലെ തന്നെ വെള്ളിയെല്ലാം വെക്കും. അപ്പം എൻ്റെ ഈ ഒരു കൊലുസാന്ന് വെച്ചിട്ടുണ്ടായത്. ഞാൻ കുറേ ആയി ഇത് പെരുതുന്നു. ഞാൻ വിചാരിച്ചു ഇത് കാണാണ്ടായെന്നാണ് വിചാരിച്ചത്. ഇപ്പം അമ്മമ്മ പറഞ്ഞത് ഇത് പടിഞ്ഞാറ്റിലുണ്ട്, ഞാൻ ആ ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത്, കല്യാണം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞാടും അച്ഛനും അമ്മയും കൂടിയിട്ട് എനിക്ക് ഗോൾഡിൻ്റെ കമ്മലെടുത്ത് തന്നിട്ടുണ്ടായിനി. എനിക്കെല്ലാം അവരറിഞ്ഞെടുത്ത് തരും. അതെനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അച്ഛനായാലും അമ്മയായാലും. അച്ഛൻ അധികം എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, മോളെ നിനക്ക് ഇവിടെ ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല, നിനക്ക് നിൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഉണ്ടായത് ആ ഒരു സന്തോഷം നേടിയും വേണം. അച്ഛൻ അധികം പറയുന്നൊരു വർത്താനാണ്. എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അച്ഛനും അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവിടുത്തെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നത്. ഈ ഒരു ദോശ അച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അച്ഛൻ ഈ ഉഴുന്ന ദോശ അത്ര വലിയൊരു ഇഷ്ടമല്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ മറിച്ചിടാൻ നോക്കിയതാണ്. അതാണെങ്കിൽ ഇങ്ങനെയായി. ഇത് ഗോതമ്പിൻ്റെ ദോശയാണ്. അപ്പം അച്ഛൻ അതിൽ മധുരം ഇട്ടിട്ട് ആക്കലുണ്ട്. അത് നല്ല ഇഷ്ടമാണ്. അതിനുള്ളിൽ പഞ്ചസാരയും തേങ്ങയെല്ലാം വെച്ചിട്ട് ഈ ഇലയുടെയിലാക്കൂലേ അതുപോലെ ആക്കും. അച്ഛനത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഈ ഒരു ഉഴുന്ന ദോശ പരമാവധി എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയതാണ്. എന്താ വെച്ചാൽ എനിക്ക് ഉഴുന്ന ദോശ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, ഈ നെഞ്ഞരിച്ചൽ. ഇപ്പം അച്ഛനെ പോലെ തന്നെ നടക്കും. അമ്മമ്മക്കും ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പരമാവധി ഞാൻ ഉഴുന്ന ദോശയെല്ലാം കഴിക്കുന്നത് നന്ന കുറവാണ്. എന്ത് കഴിച്ചാലും തേട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ് എൻ്റെത്. ചില സമയത്ത് പച്ചവെള്ളം കുടിച്ചാൽ പോലും എനിക്ക് തേട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ചില സമയത്ത് പരിപ്പ് കറിയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഞ്ഞരിച്ചിലെടുക്കും, തേട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു സാധനമാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇത് തേങ്ങയും അതുപോലെ പഞ്ചസാരയിലിട്ടിട്ട് ഇലയട ആക്കുന്ന പോലെ തന്നെയാണ്. ചില സമയത്ത് നമ്മളെടുത്ത് ഇലയടയിൽ തേങ്ങയും വെല്ലവും കൂടിയാണ് ഇടുക. പക്ഷേ ഈ ഒരു ഗോതമ്പ് ദോശയിലെ ടേസ്റ്റ് തേങ്ങയും പഞ്ചസാരയും കൂടിയാണ്. ഫസ്റ്റ് മുതലേ ദോശ അമ്മ തന്നെയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പം അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നല്ല വൃത്തിയിൽ മറച്ചിടാൻ വേണ്ടിയിട്ട് അമ്മമ്മ വന്നു. അതാണെങ്കിൽ ദോശ അങ്ങനെയായി. ആ ദോശ ഫുള്ള് പോയി, ആ കപ്പിച്ചായിപ്പോയി. അതാണ് അമ്മമ്മ ഇടുന്ന് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ദോശ കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പം അതിൻ്റെ നടുവിൽ ഈ ഒരു സാധനം ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനെ ആക്കലുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. രാവിലെ ഉറങ്ങി എണീച്ചത് മുതൽ തുടങ്ങും അമ്മമ്മ ഈ ഒരു റേഡിയോ കേൾക്കാൻ. അമ്മമ്മയ്ക്ക് ഈ ഒരു റേഡിയോയിലത്തെ ന്യൂസും അതുപോലെ പാട്ടെല്ലാം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാവിലെ മുതലേ അമ്മമ്മ അടുക്കളയിൽ ഈ റേഡിയോയും വെച്ചോണ്ടാണ് പണിയെല്ലാം എടുക്കൽ. ഇതിനിടയിൽ എനിക്ക് അച്ഛൻ്റെ പണിക്കാരടുത്തേക്കൊന്ന് പോകാനുണ്ടായിനി. കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിനി. അപ്പം അച്ഛൻ പറഞ്ഞു, നീ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സെമിത്തേരിയിൽ നിന്ന് വീഡിയോ എന്തോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, എന്നെ ഒന്ന് അവിടെ ആക്കിയിട്ട് നീ ചിക്കൻ അച്ഛൻ്റെ പണിക്കാരടുത്തേക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും കൂടി ഇപ്പോൾ നേരെ സെമിത്തേരിയിലേക്ക് പോയെന്ന്. എന്നിട്ട് അച്ഛനെ അവിടെ ആക്കിയിട്ട് വേണം ഈ ചിക്കനും എടുത്തിട്ട് അച്ഛൻ്റെ പണിക്കാർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി. ഞാനാണെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടായിട്ടാണ്. എനിക്ക് പിന്നെ ഇപ്പോഴേ വിശക്കൂല, കുറച്ച് കഴിയണം വിശക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഇതാ സെമിത്തേരിയിലേക്ക് വിട്ടു. അച്ഛൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് കുറച്ച് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനവിടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഉള്ളിൽ കയറിയിട്ട് ഷൂട്ട് ചെയ്തോ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉള്ളിൽ കയറാൻ എന്തോ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇവിടെ കിടക്കുന്ന അധികം ആൾക്കാരെയും എനിക്ക് അറിയുന്നവരാണ്. അപ്പം എനിക്ക് എന്തോ ഉള്ളിൽ കയറാൻ എന്തോ ഒരു പേടി. ചിലപ്പോൾ തന്നെ ചിന്തിച്ച് രാത്രിക്ക് എനിക്ക് ഉറക്കവും കിട്ടൂല. അപ്പോൾ പിന്നെ പേടിച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ഉള്ളോട്ട് കയറുന്നില്ല, ഞാൻ തിരിച്ചു പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് നടക്കാവിലേക്ക് പോയി. അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല. അങ്ങനെ ചിക്കനും കൊണ്ടു കൊടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി. എനിക്കാണെങ്കിൽ രാവിലെ ഈ മുള്ളാത്ത പറിച്ച് വെച്ചോണ്ട് തന്നെ ഒരു സമാധാനമില്ല. അത്ര വലുതായിട്ട് പഴുത്തിട്ടില്ലെങ്കിലും എനിക്ക് ഇന്ന് തന്നെ മുറിച്ച് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്നല്ലേ ഞാൻ വ്ളോഗ് എടുത്തത്, അപ്പം ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ലൈറ്റായിട്ടൊരു യെല്ലോ കളർ വരുമ്പോൾ അന്ന് നല്ല മധുരം ഉണ്ടാവില്ലേ. ഇന്നത് അത്ര പഴുക്കാത്തതുകൊണ്ട് തന്നെ മധുരം കുറച്ചൊന്ന് കുറവാന്നുണ്ടായത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അതിലൊരു ബ്ലാക്ക് സീഡും വരുന്നുണ്ട്. ചിലവർക്ക് ഇതിൻ്റെ രുചി അത്ര ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഇത് കഴിക്കില്ല, വേറെ ആർക്കും അത്ര വലിയൊരു ഇഷ്ടമല്ല. അച്ഛനും കുറച്ചുകൂടി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ അധികം യൂട്യൂബിലും റീൽസിലെല്ലാം കാണലുണ്ട്. അപ്പോൾ അധികം കമൻസ് കാണുന്നത് ഈ ഫ്രൂട്ടിന് അത്ര ടേസ്റ്റ് ഇല്ലെന്നാണ്. ഞാൻ വിചാരിക്കും അവരെന്തപ്പോൾ ഇങ്ങനെ പറയുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരം ഉണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. കുറച്ചുകൂടി പഴുത്താൽ നല്ല മധുരമാണ്. പക്ഷെ ചിലവർക്ക് ഇതിൻ്റെ രുചി അത്ര എന്തോ ഇഷ്ടമല്ല. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ ഇപ്പം അച്ഛൻ്റെ പണിക്കാരടുത്തേക്കും കൂടി പോയിട്ട് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സമയം കുറേ വൈകും. ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും ഇത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചായ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിൽ ഒരാഴ്ചയുടെ അടുത്തായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ അത് ഓർമ്മയില്ല സമയത്ത് മാത്രം ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യും. അല്ലാത്ത സമയത്ത് ഞാൻ ഓർമ്മയില്ലാണ്ട് വാരി വലിച്ച് കഴിച്ചു പോകും. ഞാൻ ഇന്ന് ഈ വീഡിയോ ഞാൻ തന്നെ ഇരുന്ന് ഫുള്ളായിട്ട് കണ്ടപ്പോഴത്ര എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ കിട്ടുന്നതെല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതാ ഈ ഒരു സാധനം മുള്ളാത്ത, അതുപോലെ അയ്യാമ്മ ചക്കപ്പുഴുക്കാക്കുന്ന സമയത്തും ഞാൻ പച്ച ചക്ക ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെയാണ് വണ്ണം വെച്ചത്, ഞാൻ ഇങ്ങനെയല്ലാന്ന് വണ്ണം വെച്ചത്. എന്തെല്ലാന്നോ കയ്യിലേക്ക് കിട്ടുന്ന അതെല്ലാം ഞാൻ എടുത്ത് കഴിക്കും. പണ്ട് ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാത്ത ഒരാളാണ്. ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്, വേറൊന്നും അങ്ങനെ ഞാൻ കഴിക്കൂല. വീട്ടിലത്തെ ചോറായാലും കഴിക്കൂല, വീട്ടിലെന്താക്കിയാലും ഞാൻ കഴിക്കൂല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഞാൻ എന്താക്കിയാലും വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. അതെന്തേന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ എല്ലാം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ പണ്ട് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാത്ത ഒരാളാണ്. പുറത്തത്തെ ഫുഡ് നന്ന കുറവാണ്, കഴിക്കലേ ഇല്ല. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് തന്നെയാണ് കൂടുതലും ഫുഡ് കഴിക്കൽ. മന്തിയെല്ലാം ഇറങ്ങിയതിന് ശേഷം എനിക്ക് മന്തി എന്ന് പറഞ്ഞാൽ തീർന്നു. മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കുറേ ആയിട്ടാണ് മന്തി കഴിച്ചിട്ട്. ഇതിനിടയിൽ കുഞ്ഞാവ് വീട്ടിലേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിനി, അന്ന് കഴിച്ചത്. ഒരിടക്കാലത്ത് ഞാൻ മന്തി ഇടയ്ക്കിടയ്ക്കേ കഴിക്കലുണ്ടായിനി. പിന്നെ ഫാമിലിയിൽ നിന്നായാലും കുറേ ആൾക്കാർക്ക് നിന്ന് കുറേ ചീത്ത കിട്ടാൻ തുടങ്ങി. പുറത്തത്തെ ഫുഡ് ഇങ്ങനെ കഴിക്കല്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഒരുവിധം ഇപ്പം ഞാൻ കൺട്രോളാക്കി വരുന്നുണ്ട്. അങ്ങനെ പകുതി ഞാൻ തന്നെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വയ്യത് ഫുള്ള് ഞാൻ തന്നെ തീർക്കേണ്ടി വരും. കാരണം വീട്ടിൽ നിന്ന് ആരും കഴിക്കാൻ വഴിയില്ല. ഇതാണ് അതിൻ്റെ സീഡ്, നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അപ്പോഴേക്കും ഒരുവിധം ചായ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് അടുക്കളയിൽ പോയി ദോശ എടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കടലക്കറി വേണ്ട. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മറന്നുപോയി. എനിക്ക് കടലക്കറിനേക്കാളും കൂടുതൽ ഇഷ്ടം മീൻകറിയോ അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പോൾ ഞാൻ അമ്മമ്മയോട് പറഞ്ഞു, ഞാൻ ഈ കടല എന്തായാലും കൂട്ടില്ല, എനിക്ക് മീൻകറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വീട്ടിൽ മത്തിയാണ് വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ ദോശയും മത്തിയും മാത്രം കൂട്ടി, കടല വെറുതെ എടുത്തുന്നേ ഇല്ലൂ. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കടല എന്തോ അത്ര വലിയൊരു ഇഷ്ടമല്ല. കുറേ വെറൈറ്റിയിലുള്ള കണ്ടന്റെല്ലാം ചെയ്യുന്നില്ല കമൻസ് അധികം വരലുണ്ട്. അപ്പം പ്രാങ്ക് വീഡിയോ ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ടുള്ള കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിനി. പ്രാങ്കെല്ലാം ചെയ്താൽ എന്തായാലും അത് ഫ്ലോപ്പായി പോകും. എൻ്റെ വീട്ടിൽ ആരും പറ്റിക്കാനൊന്നും എന്തായാലും പറ്റില്ല. അപ്പം പറ്റുമെങ്കിൽ ഞാൻ അതെല്ലാം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം ത്രിതു വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ത്രിതുവിൻ്റെ വളർച്ച കാണുമ്പോൾ പെട്ടെന്ന് വളരുന്ന പോലെയുണ്ട്. ത്രിതുവിൻ്റെ അച്ഛനെ പോലെ ഇപ്പോൾ നല്ല ഹൈറ്റ് വെക്കുന്നുണ്ട്. ഞാൻ എത്ര വീഡിയോയിൽ പറഞ്ഞാലും കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, ഏച്ചി എന്താ ഏച്ചിയുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്, ഏച്ചി എന്താ ഏട്ടൻ്റെ വീട്ടിൽ പോവാത്ത, ആടെ എന്തെങ്കിലും വഴക്കുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തേട്ടൻ്റെ വീട് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയെന്ന്. ഞാൻ ആടെയും നിൽക്കലുണ്ട്. ഞാൻ അവിടെ നിന്നാൽ തന്നെ ഞാൻ ആടെ നിന്ന് സുഹൃത്തേട്ടൻ്റെ അപ്പുറമായാലും അച്ഛൻ്റെയും അമ്മേരെ പേരിലും ഞാൻ വീഡിയോ ഇടലുണ്ട്. ഞാൻ അച്ഛൻ്റെ അമ്മരപ്പുറയിലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു വിചാരമുണ്ട്, എന്താ വഴക്കിട്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ നല്ലേ അല്ല. ഞാനൊരു കാര്യം പറയട്ടാ, ഇതുവരെ ഞാനോ സുഹൃത്തേട്ടൻ്റെ അമ്മയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നത്തിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മ വഴക്കായിട്ടുണ്ടാവില്ല ഇതുവരെ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 5 വർഷത്തിൻ്റെ അടുത്താവാൻ, ഒക്ടോബർ വന്നാൽ 5 വർഷമായി. ഇതുവരെ ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വഴക്കായിട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. കുറേ ആൾക്കാർ ഇനി എന്നെ ആക്കി ചോദിക്കുന്നതാണോന്നും അറിയില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ ഒരാളെ ശവത്ത് കുത്തി വേദനിപ്പിക്കലെന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ കുറേ കമൻസ് എല്ലാം ഞാൻ കാണലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനിയും എൻ്റെ ഓരോ ഷോർട്സ് വീഡിയോയിൽ വന്നിട്ട് ഏച്ചി എന്തേ പോവാത്തേന്ന് ചോദിക്കണ്ട. സുഹൃത്തേട്ടൻ്റെ വീടായാലും ഞാൻ എന്തായാലും അവിടെ നിന്നായിരിക്കും നിൽക്കൽ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലും വന്ന് നിൽക്കും. എനിക്ക് എവിടെയാണോ നിൽക്കാൻ കൂടുതൽ ഇഷ്ടം അവിടെ നിൽക്കും. ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും, ചിലപ്പോൾ സുഹൃത്തേട്ടൻ്റെ വീട്ടിലായിരിക്കും. ഞാൻ ആടെയും മീഡിയമായിട്ട് നിൽക്കും. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകും, കുറച്ച് ദിവസം അവിടെ നിൽക്കും, വീണ്ടും ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് ഞാൻ ആടെ എവിടെ നിൽക്കലുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ കുറച്ചു നേരം ത്രിതുവിനെ കളിപ്പിച്ചിട്ട് എനക്കാണെങ്കിൽ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിനി. അങ്ങനെ ഞാൻ നേരെ പോയി അലക്കി. പിന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായത്, സുഹൃത്തേട്ടൻ്റെ വീട് എടുക്കുമ്പം സുഹൃത്തേട്ടൻ്റെ ഇടയെല്ലാം നിൽക്കലെന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിനി. അപ്പം ഇപ്പം നമ്മളെ റൂമാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തേട്ടൻ ഹാളിലോ അല്ലെങ്കിൽ ഏട്ടൻ്റെ റൂമിലോ അങ്ങനെ എവിടെയെങ്കിലായിട്ട് കിടക്കും. ആ വീട്ടിൽ തന്നെയാണ് നിൽക്കില്ല. ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായത്. വീട് ആ സമയത്ത് തേച്ചിട്ടൊന്നും ഉണ്ടായിട്ടാ. ഇപ്പം ചെറുതായിട്ട് പണി ഇങ്ങനെ മെല്ലെ ഇങ്ങനെ എടുത്തോണ്ടുണ്ട്. തറവാട്ടിൽ കുറേ നെല്ലിക്ക പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, നമുക്ക് പോയിട്ട് നെല്ലിക്ക പറിക്കാന്ന് പറഞ്ഞു. പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നല്ല ഹൈലാ നെല്ല്. അലേക്കും കൂടി ഉണ്ട്. അലേക്കാണെങ്കിൽ നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് അമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക. ഇവർക്ക് വെറുങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഉപ്പിലിട്ടിട്ടോ അച്ചാറാക്കിയിട്ടോ അങ്ങനെ ഇഷ്ടം. അങ്ങനെ നമ്മൾ പറിക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അത്രയും ഹൈയിൽ നമുക്ക് എന്തായാലും എത്തൂല. അപ്പം നാട്ടിൽ തന്നെ കുറച്ച് 2-3 പിള്ളേരുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ കൊണ്ട് പറിപ്പിച്ചു. നിങ്ങൾ കല്ലെടുത്ത് എറിയെന്ന് പറഞ്ഞിട്ട് അവരെറിഞ്ഞു തന്നു. നല്ലോണം മൂത്ത നെല്ലിക്ക തന്നെ ആയതുകൊണ്ട് ഉപ്പിലിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയൊന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാ. കുറേ കിട്ടിയിട്ടുണ്ടായിനി. നാട്ടിലത്തെ പിള്ളേർ കല്ലെടുത്തിട്ട് എറിഞ്ഞതുകൊണ്ട് തന്നെ കുറേ കിട്ടിയിട്ടുണ്ടായിനി. നെല്ലിക്ക പറക്കാൻ വരുമ്പം ത്രിതു കാണാണ്ട് വന്നതാണ് നമ്മ എല്ലാവരും കൂടി. പക്ഷെ അവൻ കറക്റ്റ് കണ്ടുപിടിച്ചു. ഓൻ എൻ്റെ കുഞ്ഞാരുടെ കൈമ വന്നിട്ടുണ്ട്. അതിനിടയിൽ കുഞ്ഞാൾക്ക് കുറേ അടി കിട്ടി. അവൻ്റെ അച്ഛൻ്റെ കൈമ പോകുന്നു പറഞ്ഞിട്ട് കരഞ്ഞ് വാശി പിടിച്ചു. പ്രതീക്ഷിക്കാണ്ടായിരിക്കും എൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടല്. നേരത്തെ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിനി. ഇവനാണെങ്കിൽ നല്ല ചുമയാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസും കട്ട് എടുത്തിട്ട് കഴിക്കുന്നത് ഇവൻ കണ്ടു.
എന്നിട്ട് ഒരേ കരച്ചിൽ, അത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ. ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടായിട്ടാ. എന്നിട്ട് വാശി പിടിച്ച് കരഞ്ഞിട്ട് എന്നെ വന്നിട്ട് ഒരു കടിയും കടിച്ചു, 2-3 അടിയും അടിച്ചിട്ട് പോയി. ഭയങ്കര കുരുത്തക്കെടാണ്. കല്ലെടുത്ത് എറിഞ്ഞ സമയത്ത് കുറേ നെല്ലിക്ക് വീണിട്ടുണ്ടായിന്. പക്ഷെ പകുതിയും കാട്ടിലാണ് വീണിട്ടുണ്ടായത്. എനിക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പേടിയാന്ന്, പാമ്പുണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ കാട്ടത്തൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. അതും കൂടി എടുത്തെങ്കിൽ കുറേ ഉണ്ടാവട്ടെ. നമ്മളെ നാട്ടിലെ എല്ലാ വീട്ടിലേക്കും വേണ്ട നെല്ലിക്ക ഇതിൽ പിടിക്കലുണ്ട് കേട്ടോ. അത്രയും പിടിക്കും. അധികം ആളും ഇവിടുന്ന് പറിച്ചിട്ട് പോകും. എനിക്ക് തോന്നി ഈ മരത്തിന് തന്നെ നല്ല പഴക്കമുണ്ട്. അതായത് എൻ്റെ അറിവ് തൊട്ടേ ഇവിടെ നെല്ലിക്ക മരം ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ അധികം ഇവിടെ വന്നിട്ട് നെല്ലിക്ക പറിക്കലുണ്ട്. കാട്ടിലേക്ക് പോയിട്ട് എടുക്കണമെന്നുണ്ട്, പക്ഷെ പാമ്പിന് പേടിയും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ റിസ്ക് എടുത്ത് അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടാ. അപ്പോൾ ഇതാ ഇത്രയും നെല്ലിക്കാണ് കിട്ടിയിട്ടുള്ളത്. ആ കാട്ടിലുള്ളതും കൂടി എടുത്തിനെങ്കിൽ കുറച്ചുകൂടി ആവട്ടെ. ഇനിയിതിപ്പം കുറച്ച് നമ്മ ഉപ്പിലിട്ടിട്ട് ബാക്കി അമ്മയുടെ വീട്ടിലേക്കും കൂടി കൊടുത്തേക്കണം വിചാരിച്ചിട്ട് ഇത്രയും കിട്ടുന്നു. കുറേ കിട്ടിയിട്ടുണ്ടായിന്. കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചള്ളാണെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ചള്ള നെല്ലിക്കല്ല, അത്യാവശ്യം നല്ല പുളിയുണ്ട്. ഇത് ഇത്രയും വലുതാവില്ല, ഇതിൽ കൂടുതൽ ഇത് വലുതാവില്ല. അത്യാവശ്യം നല്ല മൂത്ത നെല്ലിക്ക തന്നെയാണ്. അങ്ങനെ ഒരു ഉച്ച ആകുമ്പോഴേക്കും നല്ല ചിക്കൻ കറിയുടെ മണം വന്നിട്ടുണ്ടായിന്. അപ്പം ഇന്ന് വീട്ടിൽ ചിക്കനാണ് ആക്കിയത്. അമ്മയും കൂടി ഇടുന്ന ചിക്കൻ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ചിക്കൻ കറി ആക്കാനൊന്നും എനിക്ക് അത്ര അറിയില്ല കേട്ടോ. ഞാൻ ഈ പരിപ്പ് കറിയിലാക്കും, പക്ഷെ ചിക്കനൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിന്നുള്ളത്. അവരിപ്പോൾ സെമിത്തേരിന്ന് എന്തോ വീഡിയോ എന്തോ എടുക്കുകയെന്ന്. അപ്പം അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അവർ വരുമ്പോഴേക്കും ചോറും കറിയെല്ലാം ആക്കി വെക്കുകയെന്ന് അമ്മയും. അതിനിടയിൽ അച്ഛൻ ചക്ക പറിച്ചിട്ടുണ്ടായിനി. ഇന്ന് നമുക്ക് ചക്കപ്പുഴുക്കാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും കൂടി ഹെൽപ്പ് ചെയ്താലേ പെട്ടെന്ന് തീരൂലും. ഇവർ രണ്ടാളും മാത്രമാണെങ്കിൽ എന്തായാലും ഇപ്പോഴേ തീരൂല. ചക്ക ചെറുതായിട്ട് മധുരം പറ്റിയിട്ടുണ്ടായിന്. എനിക്കാണെങ്കിൽ ഈ മധുരമുള്ള ചക്ക പുഴുക്കാക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും പഴുപ്പിക്കാൻ വെക്കാം, ചക്ക പഴുക്കാനായതല്ലേ, അപ്പം പുഴുക്കാക്കിയിട്ട് വെറുതെ കളയാനാക്കണ്ടെന്ന് പറഞ്ഞാണ്. അപ്പം അമ്മമ്മ പറഞ്ഞു ഇല്ല, അത്ര മധുരമില്ല, നമുക്ക് എന്തായാലും പുഴുക്കാക്കി വെക്കാം, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ചക്കേൻ്റെ ഒരു പുറം ഭാഗം നല്ല ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ കത്തി കൊണ്ടൊന്നും ഒരിക്കലും മുറിയൂല. അപ്പം ഈ കോടാലി വെച്ചിട്ട് തന്നെയാണ് അധികം ചക്ക വീട്ടിൽ നിന്ന് കട്ട് ചെയ്യല്. അങ്ങനെ ഞാനും അമ്മമ്മയും കൂടി ചക്ക ക്ലീനാക്കി കൊടുത്തു. അച്ഛനാണെങ്കിൽ ചക്ക അടന്ന് കൊത്തിയിട്ടിടുന്നത്രേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല പോലെ വണ്ണം വെക്കാൻ കാരണം തന്നെ എനിക്കിങ്ങനെ വായിൽ എന്തെങ്കിലും ആയിട്ട് ഇട്ട് ചതച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇപ്പം ഈ ചക്ക കിട്ടിയപ്പം ഞാൻ അവിടെ ഇരുന്ന് ചക്ക കഴിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പം പച്ചയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പം ഞാനിപ്പം ഇങ്ങനെ വണ്ണം വെക്കാൻ കാരണം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ ഫസ്റ്റ് ഈ വണ്ണം വെക്കാൻ വേണ്ടി ഏറ്റവും ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ് വലിയ പഴം കഴിച്ചാൽ പെട്ടെന്ന് വണ്ണം. എനിക്ക് തടി വെക്കണം എന്നുള്ള ആഗ്രഹം വന്ന സമയത്ത് ഞാൻ ഏറ്റവും ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ വലിയ പഴം. ഞാനത് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിനി. ഒരു രാവിലത്തെ ചായ കുടിച്ചതിന് ശേഷം ഒരു 11 മണി 11:30 ആ ഒരു സമയമാകുമ്പം 2 വലിയ പഴം കഴിക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് വണ്ണം വെക്കാൻ നല്ലതാണെന്ന്. അപ്പം ഞാൻ ഡെയിലി വലിയ പഴം കഴിക്കും. അതുപോലെ തന്നെ ഫുഡും ഇല്ലെങ്കിൽ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വേണ്ടാന്ന് തോന്നുമെങ്കിലും ഞാൻ എങ്ങനെയല്ലോ വാരി വലിച്ച് കഴിക്കും. അങ്ങനെ എങ്ങനെയല്ലോ ആണ് ഞാൻ വണ്ണം. 1-2 പേരെ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിനി, ചേച്ചി വെയിറ്റ് ഗെയിൻ്റെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ വേറെ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ വണ്ണം വെക്കാൻ ഭയങ്കര പണിയാണ്. അപ്പം അതെല്ലാം ഡോക്ടറെ കാണിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമ്മളെ മാനസികാവസ്ഥയും ഭയങ്കരമായിട്ട് സങ്കടമുള്ള സമയത്താണെങ്കിൽ എന്ത് കഴിച്ചാലും വണ്ണം വെക്കില്ല. ഉള്ളിൽ ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ പുറമേ വണ്ണം വെക്കാൻ വേണ്ടി വാരി വലിച്ച് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും വണ്ണം വെക്കാൻ പോകുന്നില്ല. കുറച്ച് നമ്മൾ ഉള്ളിലത്തെ വിഷമെല്ലാം മാറ്റി വെച്ചിട്ട് വേണം തടിക്കാൻ വേണ്ടി നോക്കാൻ. ഞാനൊരു കാലത്ത് വണ്ണം വെക്കാൻ വേണ്ടി വാരി വലിച്ച് ഫുഡ് കഴിച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേണ്ടാന്ന് തോന്നിയാലും ഞാൻ എങ്ങനെയല്ലോ വാരി വലിച്ച് ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ നട്ട്സ് ഭയങ്കരമായിട്ട് എടുത്ത് കഴിക്കും. ഞാൻ പറഞ്ഞ പോലെ വലിയ പഴം കഴിക്കും. അങ്ങനെയെല്ലാം കഴിച്ച് നല്ല വണ്ണം വന്നു. അങ്ങനെ ചക്ക ഫുള്ള് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും കുഞ്ഞാവ് ഇടുന്ന ടാങ്ക് കളക്കുന്നുണ്ടായിന്. ഇപ്പം ഏതു നേരവും ഈ ചൂടായതുകൊണ്ട് തന്നെ ടാങ്ക് എടുത്ത് കുടിക്കലാണ് നമ്മളെ പണി. അതുകൊണ്ട് തന്നെ തൊണ്ടവേദനയ്ക്ക് ഒരു കുറവില്ല. തൊണ്ടവേദന നന്നായിട്ടുണ്ട്. ഇതിനിടയിൽ ഭയങ്കരമായിട്ട് ചുമയുണ്ടായിന്. ഇപ്പം കുറച്ചൊന്ന് കുറവുണ്ട്. അതിനിടയിൽ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ചോറ് വെച്ചിട്ട് പോയി. അവർക്ക് ചക്ക വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. പക്ഷേ ചക്ക ആക്കുമ്പോഴേക്കും അവർക്ക് ടൈം വൈകും. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ചോറ് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അവർക്ക് കുറച്ചുകൂടി വീഡിയോ എടുത്ത് തീർക്കാനുണ്ടത്രേ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും എടുത്ത് തീർക്കാനുണ്ടത്രേ. അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് അവർ തിരിച്ചു പോയി. ഫസ്റ്റ് ഞാൻ ചക്ക ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചത്. കാരണം ചെറുതായിട്ട് മധുരം പറ്റിയിട്ടുണ്ടായിനി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ലൈറ്റ് മധുരം ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. എനിക്ക് നല്ല ഇഷ്ടമായിനി.
അങ്ങനെ കുറച്ചൊന്ന് വിശന്നപ്പം ഞാൻ നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്നുള്ള പ്ലാനെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ചോറെല്ലാം വെച്ച് ഒരു വൈകുന്നേരം ആകുമ്പം അമ്പലത്തിലേക്ക് ഇറങ്ങണം. ചോറിന് പുളിശ്ശേരി, അതുപോലെ തന്നെ തുവരക്കറി, ചിക്കൻ കറി, മീൻ കറി, ചക്ക, ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ തന്നെ പയറ് വറവ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിനി. അങ്ങനെ ഞാൻ നേരെ പോയി ചോറ് കഴിച്ചു. ചോറ് കഴിച്ചതിന് ശേഷം അച്ഛൻ്റെ പണിക്കാർ കൊണ്ടുപോയിട്ടാണ് ഉണ്ടായത്. അപ്പം ഞാൻ നേരെ പോയിട്ട് വണ്ടി എടുത്തു. ഒരു വൈകുന്നേരം ആകുമ്പം ഞാനും കുഞ്ഞാവും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. ചെറുതായിട്ട് മഴ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പം നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. അപ്പം അമ്പലത്തിൽ പോകുന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് നനയിലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സ് വേഗം ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. അതിനിടയിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് എടുത്തിടുന്ന സമയത്ത് എനിക്കൊരൊറ്റ ഡ്രസ്സും കണക്കാവുന്നില്ല. എല്ലാ ഡ്രസ്സും ഭയങ്കരമായിട്ട് ടൈറ്റായി. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. കാരണം ഇടാൻ ആഗ്രഹിച്ച ഡ്രസ്സ് ഒന്നും കണക്കാവുന്നില്ല. അതിന് സ്റ്റിച്ച് അയക്കണമെങ്കിൽ ടൈമും കുറയാവും. ലാസ്റ്റ് ഞാൻ ഇഷ്ടമില്ലാണ്ടൊരു ഡ്രസ്സ് അങ്ങ് എടുത്തിട്ടു. ഇല്ലെങ്കിൽ ഞാൻ അധികം ബനിയൻ ടൈപ്പ് ഡ്രസ്സാണ് ഇടല്. ഇപ്പം പിന്നെ അമ്പലത്തിൽ പോകുമ്പം ചുരിദാറല്ലേ നല്ലത്. അപ്പം ഇഷ്ടപ്പെട്ട കുറേ ചുരിദാറുണ്ട്. ഇടുമ്പോഴേക്കും ഒട്ടും എനിക്ക് പാകാവുന്നില്ല. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു, നീ എന്തായാലും കുറച്ച് മെലിയാൻ നല്ലത്. ഈ ഡ്രസ്സെല്ലാം നിനക്ക് ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ശരീരം മെലിയിപ്പിച്ചോ എന്ന് പറഞ്ഞു. ശരിയാണ്, എന്തായാലും ഞാൻ കുറച്ച് മെലിയണം. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് നടന്നു. നടക്കേണ്ട ദൂരേ ഇല്ലു. പക്ഷെ കുഞ്ഞാവ് പറഞ്ഞു, വണ്ടി എടുത്തിട്ട് പോവാം, നമുക്ക് തിരിച്ചു വരുമ്പം ചായ അടിക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി എടുക്കൂല, ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പം നീ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാവിനെ വണ്ടി എടുത്തു. എനിക്കിപ്പായിട്ട് വണ്ടി എടുക്കാൻ ഭയങ്കര മടിയാണ്. ഇവള് വണ്ടി എടുക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ മടി വന്നത്. എനിക്കിപ്പം ബാക്കിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം, വണ്ടി എടുക്കാൻ അത്ര ഇഷ്ടമല്ല. അപ്പം ഗോപാലേട്ടൻ്റെ അമ്മയും അവിടെ നിന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്, രണ്ടാളും സൂക്ഷിച്ച് പോണേന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഗോപാലേട്ടനോട് വർത്താനം പറഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു. ഈ ഡൈൻ മൈ ലൈഫും ഹോം വ്ലോഗും എന്തിനാണ് അധികം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ഡൈൻ മൈ ലൈഫും ഹോം വ്ലോഗെല്ലാം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ചിലവരെ കമൻസിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഷോർട്സ് ഇടുന്ന സമയത്തും അവരധികം ചേച്ചി ഡൈൻ മൈ ലൈഫ് ചെയ്യുന്നതെന്ന് കമൻസിൽ അധികം ഉണ്ടാവില്ല. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് മറ്റുള്ള കണ്ടതിനേക്കാളും കൂടുതലും എനിക്ക് ഡൈൻ മൈ ലൈഫിനും ഹോം വ്ലോഗിനാണ് കുറച്ചുകൂടി വ്യൂസ് കിട്ടല്. ആൾക്കാർ കണ്ടിരിക്കുന്നതും ഈ ടൈപ്പ് വീഡിയോസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോ തന്നെ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ നാടാണ്. എൻ്റെ അമ്മ ജനിച്ചതും വളർന്നതെല്ലാം ഈ ഒരു നാട്ടിലാണ്, നെയ്യക്കാട്. ഇപ്പോൾ ഇവിടെ അമ്മയുടെ കുറച്ച് ഫാമിലിയെല്ലാം ഉണ്ട്. അമ്മയുടെ കല്യാണം കഴിഞ്ഞ് ഞാനെല്ലാം ഉണ്ട്. കുറച്ച് വലുതാകുമ്പോഴേക്കും അച്ഛനും അമ്മമ്മയും ഇവിടെ വിറ്റിട്ട് ചന്തേരയിലോട്ടേക്ക് മാറി. അമ്മ പണ്ടേ ഉണ്ടായത് ഈ ഒരു നാട്ടിലാണ്. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ സൈഡ് വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് നടന്നു. ഈ ഒരു നാട് നല്ല അടിപൊളിയായിട്ടുള്ള നാടാണ്. അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ നല്ല വലിയ കണ്ടവും കാണാൻ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് നടന്നു. അങ്ങനെ ആരും ഉണ്ടായിട്ട്, ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിട്ട്, ഞാനും കുഞ്ഞാവും മാത്രമേ ഉണ്ടായിട്ടു. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത് നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം തന്നെ 2-3 ഫോട്ടോസും വീഡിയോസിലും എടുത്തു. അപ്പോഴേക്കും ലൈറ്റ് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടായിനി. അപ്പം ഈ ഒരു അമ്പലത്തിൽ വന്നാൽ അപ്പുറം വേറൊരു അമ്പലം കൂടിയുണ്ട്, അവിടെയും കൂടി കയറണം എന്നാണ്. അങ്ങനെ ഇപ്പുറം തൊഴുതിട്ട് നമ്മൾ നേരെ അപ്പുറത്തേക്ക് നടന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലൈഫ് നല്ല സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എപ്പം ഇതുപോലെ സമാധാനത്തോടെ മുന്നോട്ടേക്ക് പോകാൻ ഞാൻ കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ അപ്പുറത്തെ അമ്പലത്തിലേക്കും കൂടി കയറി. അവിടെ നിന്നും ആരും ഉണ്ടായിട്ട്, നമ്മൾ രണ്ടാളും മാത്രമേ ഉണ്ടായിട്ടു. അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രസാദമെല്ലാം തന്നു. അപ്പം ഇപ്പുറത്തെ അമ്പലത്തിൽ അങ്ങനെ പൂജാരിയൊന്നും ഇല്ല. അമ്പലത്തിൻ്റെ പറമ്പിൽ തന്നെ കുറേ മാങ്ങ ഉണ്ടായിന്, പഴുത്തിട്ട് താഴെ വീണിട്ട്. പക്ഷെ നമ്മയൊന്നും എടുത്തിട്ടില്ല, കാരണം താഴെ വീണതായതുകൊണ്ട് തന്നെ എടുക്കാനൊരു പേടി. അങ്ങനൊന്നും കൊത്തിയിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെ. അപ്പോൾ കുഞ്ഞാവ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ആടെന്നെ വെച്ചേ, അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇനി മാങ്ങ കഴിച്ചിട്ട് എന്തെങ്കിലും ആയി പോകുമെന്ന് പേടിച്ചിട്ട് ഞാനത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാങ്ങ ആടെന്നെ ചാടി. നല്ലോണം പഴുത്തിട്ടുണ്ട്, അങ്ങനെ ഒന്നും കൊത്തിയിട്ടൊന്നുമില്ല. കുഞ്ഞാവ് പറയുന്നുണ്ട് നല്ല മാങ്ങയാന്ന് തോന്നുന്നു, നല്ല മണമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എടുക്കാൻ ഞാൻ വിട്ടിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു. തിരിച്ചു പോകുമ്പം നീ എന്നെ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു, ഞാൻ എടുക്കുന്നില്ല, നീ എടുത്തോ, ഞാൻ ബാക്കിൽ നിനക്ക് വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ തൃക്കരിപ്പൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു. നേരെ പോയി എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരെ തൃക്കരിപ്പൂരേക്ക് വിട്ടത്. പക്ഷെ ഇന്ന് ഈദാന്നുള്ള കാര്യം നമ്മൾ മറന്നേ പോയി. ഈദായതുകൊണ്ട് തന്നെ ഷോപ്പൊന്നും അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായില്ല. കുഞ്ഞാവക്കും കുറച്ചോളം ഫേസ് വാഷെല്ലാം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഓള് പറഞ്ഞു, എനിക്ക് ഫേസ് വാഷ് എനിക്കും കൂടി വേണം. അപ്പോൾ നമുക്ക് നേരെ തൃക്കരിപ്പൂരേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ തൃക്കരിപ്പൂരേക്ക് പോകുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ കാക്ക ചെറുതായിട്ട് കാഷ്ടിച്ചു.
വണ്ടിയിൽ പോകുന്ന സമയത്ത് ചെറുതായിട്ട് തെറിച്ചതാണ്, പക്ഷെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ ഞാൻ നേരെ അവിടെ അടുത്ത് തന്നെ ഇല്ലേ ഒരു കടയിൽ പോയിട്ട് കൈ വാഷ് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ തൃക്കരിപ്പൂർ എത്തി. തൃക്കരിപ്പൂരാണെങ്കിൽ ഒരു ഷോപ്പും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിട്ടാ. തുടർന്ന് കുഞ്ഞാവ് പറഞ്ഞു നമുക്ക് നല്ല ലേസും ഐസ്ക്രീമും മേടിക്കാൻ, വേറെ ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ആടുന്ന ലേസും ഐസ്ക്രീമെല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയാടും ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിനി. കുറച്ച് എൻ്റെതും ഉണ്ടായിനി, കുറച്ച് കുഞ്ഞാവരതും ഉണ്ടായിനി. ഇത്ര നാൾ മലമാര ഫുൾ അലങ്കോലായി കിടക്കുന്ന ഉണ്ടായത്. അപ്പോൾ ഇതിനിടയിൽ ഞാനും കുഞ്ഞായും കൂടി എല്ലാം നല്ല വൃത്തിയിൽ മടക്കി വെച്ചു. ഇപ്പം നമ്മ അന്നന്ന് എടുത്ത് വെക്കുന്ന ഡ്രസ്സ് അന്നന്ന് തന്നെ മടക്കിയിട്ട് വെക്കലുണ്ട്. അങ്ങനെ അധികം അലങ്കോലായി കിടക്കാൻ സമ്മതിക്കുകയില്ല. എൻ്റെയും കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്രസ്സ് തടിച്ചോണ്ട് തന്നെ വണ്ണം വെച്ചോണ്ട് തന്നെ ഡ്രസ്സൊന്നും പാകാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഡ്രസ്സ് വലിച്ചിട്ടു. വലിച്ചിട്ട ഡ്രസ്സെല്ലാം മടക്കി വെക്കാനുണ്ടായിന്. അങ്ങനെ ഞാൻ എല്ലാം കൂടി അവിടെ നല്ല വൃത്തിയിൽ മടക്കി അവിടെ ഒതുക്കി വെച്ചു. ഈ അലമാരിയും റൂമെല്ലാം അലങ്കോലായി കിടക്കുന്ന കാണുമ്പം ആകെ ഒരു നമുക്ക് പ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരിക്കും. ഇതെല്ലാം ഒന്ന് അടക്കി നല്ല വൃത്തിയാക്കി വെച്ചപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു സമാധാനമായി. കുറേ ഡ്രസ്സ് ഉണ്ടായിന്. ഞാൻ 1-2 ഡ്രസ്സൊന്നെല്ലാം മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ടായത്. കുറേ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടുണ്ടായിന്. ഈ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഡ്രസ്സാണ്. പക്ഷേ ഇതെനിക്ക് ഒട്ടും പാകാവുന്നില്ല. മുന്നേ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ഇതിൻ്റെ ലിങ്കെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. പക്ഷേ ഞാനത് പയ്യന്നൂർ മാളിൽ നിന്ന് എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ്. പക്ഷെ ഒട്ടും പാകാവുന്നില്ല. സ്റ്റിച്ച് അയക്കണമെങ്കിൽ അയക്കാനും ഇല്ല. എങ്ങനെയെങ്കിലും ഞാൻ പഴയ പോലെ മെലിഞ്ഞാൽ മാത്രമേ ഇനി എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. കുഞ്ഞാവാണെങ്കിൽ ഇടക്കിടയ്ക്ക് ടാങ്ക് കലക്കി വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കി വെക്കും. ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കും. കുറേ ആക്കി വെക്കുള്ളൂ. അതുകൊണ്ടൊരു സമാധാനമാണ്. ഈ ചൂടെടുക്കുന്ന സമയത്തെല്ലാം കുടിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അച്ഛൻ്റെ ഒപ്പം ഇരുന്നിട്ട് ടി വി കാണാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞാനും അച്ഛനും അവിടെ ഇരുന്ന് ടി വി കണ്ടു. ഈ ഒരു വിശറി അച്ഛൻ മുന്നേ അടക്കര മരത്തിൻ്റെ ആ ഒരു ഇലയില്ലേ, കവുങ്ങിൻ്റെ ഇലയില്ലേ, അത് വെച്ചാക്കിയതാണ്. നമ്മൾ പാള ഇല എന്ന് പറയും. പണ്ട് മുതലേ ഇതുപോലത്തെ ഒന്ന് വീട്ടിൽ കാണാം. അതുപോലെ അച്ഛൻ പല്ല് തേക്കുന്നതും പണ്ടെല്ലാം ഈ കവുങ്ങിൻ്റെ ആ ഒരു തടി കഷ്ണം കൊണ്ടാണ് പണ്ട് മുതൽ അച്ഛൻ പല്ല് തേക്കലുണ്ടായത്. ഇപ്പാണ് ബ്രഷിലേക്ക് മാറിയത്. എൻ്റെ ഒരു അറിയില്ല പ്രായത്തിലെല്ലാം അച്ഛൻ അധികം ആ ഒരു സാധനം വെച്ചാണ് പല്ല് തേക്കലുണ്ടായത്. ഇപ്പം പിന്നെ ബ്രഷിലേക്ക് മാറി. ഇപ്പം എന്താ വെച്ചാൽ അച്ഛന് പല്ലൊരുവിധം കൊഴിഞ്ഞു പോയി. അത് വെച്ച് പല്ല് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇപ്പം ബ്രഷ് കൊണ്ട് തന്നെ പല്ല് തേക്കലായി. അച്ഛൻ അതിനിടയിൽ എന്നോട് പറഞ്ഞത് ചെറുതായിട്ട് അത് പൊട്ടിയിട്ടുണ്ടായിന്. പിള്ളേരാരോ എടുത്ത് കളിച്ചിട്ടാന്ന് തോന്നുന്നു. ചെറുതായിട്ട് എൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ടായിന്. ഇതിന് നല്ല കാറ്റ് വന്നിട്ട് അത്ര വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാറ്റുമാണ്. അധികം വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനമല്ലാന്ന് ആശ്വാസം. അച്ഛൻ വൈകുന്നേരം ആകുമ്പം അധികം ദൈവത്തിൻ്റെ ഒരു സീരിയലുണ്ട്, അധികം അതിരുന്ന് കാണും. ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അച്ഛന് സമാധാനം ഉണ്ടാവില്ല. ഈ ഒരു സമയമാകുമ്പോൾ അച്ഛൻ അധികം ഇരുന്ന് സീരിയൽ കാണുന്നതായിരിക്കും. ഇപ്പം ഞാനും അമ്മമ്മയും ഒപ്പം ഇരുന്ന് കണ്ട് ചെറുതായിട്ട് അമ്മയും അഡിക്റ്റായി വരുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് ടി വി കണ്ടു. അപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വിശന്നിട്ടുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചോറ് കഴിക്കണ്ട, ഏതായാലും ചോറെല്ലാം കുറക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ രാത്രിക്ക് ചോറ് കഴിക്കാണ്ട് ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം പരമാവധി ചോറ് എങ്ങനെയെങ്കിലും കുറക്കാം. ഇന്ന് ചക്കപ്പുഴുക്ക് ആക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ഉണ്ട്, അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും കുറക്കണം, പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ കുറക്കാൻ പറ്റൂലല്ലോ. മെല്ലെ കുറച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചക്കപ്പുഴുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞാവും ചോറ് വയ്ക്കാൻ വേണ്ടി വന്നു. കുഞ്ഞാവ് സ്വതവേ ചോറ് വയ്ക്കുന്നത് നന്ന കുറവാണ്. അവള് പണ്ട് നല്ല വണ്ണം ഉണ്ടായിനി. ആ ഒരു വണ്ണം പുറത്തത്തെ ഫുഡ് കഴിച്ചിട്ടാണ്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് നന്ന കുറവാണ്. എൻ്റെ ഈ ഒരു വണ്ണം മെയിനായിട്ട് ചോറ് കഴിച്ചിട്ടാണ്. ഞാൻ ചോറ് നല്ലോണം കഴിക്കും. അപ്പം അതിൻ്റെയാണ്. അപ്പം ചക്കപ്പുഴുക്ക് കുറച്ചേ ഉണ്ടായിട്ടു, ഞാനത് കുറച്ചെടുത്തു. ഇനിയിപ്പം ഇതുപോലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് എൻ്റെ ശരീരം എങ്ങനെയെങ്കിലും മെലിയിപ്പിക്കാൻ നോക്കണം. ചോറ് പരമാവധി ഒഴിവാക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് ചെറുതായിട്ട് സ്കിൻ കെയറെല്ലാം ചെയ്ത് നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.